വിശ്വം മുഴുവൻ വിഴുങ്ങിയ വിഘ്നേശ്വരൻ്റെ കഥയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു ദിവസം ബാലഗണപതി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാരദ മഹർഷി അവിടേക്കെത്തി. നാരദൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു അതിമനോഹരമായ മോദകം ഗണപതിക്ക് സമ്മാനിച്ചു. ഗണപതി അതിസന്തോഷത്തോടെ മോദകം കഴിച്ചു. അതിൻ്റെ രുചി അത്രമേൽ ദിവ്യമാണെന്ന് തോന്നി. അവൻ വീണ്ടും അതേ രുചി അനുഭവിക്കണമെന്നാഗ്രഹിച്ചു. എനിക്ക് ഇതുപോലെയുള്ള മറ്റൊരു മോദകം വേണം, ഗണപതി ആവേശത്തോടെ ചോദിച്ചു. നാരദൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലെയുള്ള മറ്റൊരു മോദകമില്ല, ഇതൊരു ദിവ്യപ്രസാദമായിരുന്നു. ഇത് കേട്ട ഗണപതിക്ക് തൃപ്തിയായില്ല. എനിക്ക് ഇതുപോലെ ദൈവികത നിറഞ്ഞത് വേണം, ഇല്ല എങ്കിൽ ഞാൻ ഈ ഭൂലോകം മുഴുവൻ വിഴുങ്ങും. അവൻ ആദ്യം ഭൂമിയെയും പിന്നെ ആകാശത്തെയും, ഇതിലൊക്കെ തൃപ്തരാകാതെ പുതിയൊരു വിശ്വത്തെയും വിഴുങ്ങി. എല്ലാം അന്ധകാരത്തിലായി. ദേവതകൾ ഭയന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ശിവപാർവതിമാരുടെ മുന്നിൽ അഭയം തേടി. സ്വാമി, ഗണപതി സകലവും വിഴുങ്ങിയിരിക്കുന്നു, ദേവന്മാർ അപേക്ഷിച്ചു. ശിവൻ ഗണപതിയെ നോക്കി പറഞ്ഞു, കുഞ്ഞെ, നീ വിഴുങ്ങിയതെല്ലാം തിരിച്ചു നൽകുക. പക്ഷേ ഗണപതി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വിഴുങ്ങിയതിൻ്റെ തുല്യമായ ഒരു മോദകം നൽകുമെങ്കിൽ മാത്രമേ ഞാൻ വിശ്വം മുഴുവൻ തിരിച്ചു നൽകുകയുള്ളൂ. ഇത് കേട്ട പാർവതി അമ്മ സ്നേഹത്തോടെ ഗണപതിയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, കുഞ്ഞെ, സ്നേഹം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മഹത്തായ ദൈവികത. അവളുടെ വാക്ക് കേട്ടപ്പോൾ ഗണപതി സന്തോഷിച്ചു. വിശ്വം മുഴുവനായി തിരികെ പുറത്തേക്ക് വിട്ടു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.